നിങ്ങളതാണോ ഈ ചട്ടിയൊക്കെ? നിങ്ങൾ ഉണ്ടാക്കിയതാണോ? എന്തെല്ലാം ഐറ്റം ഉണ്ട്? എല്ലാ ഐറ്റം ഉണ്ട്, മണ്ണിന്റെ എല്ലാ ഐറ്റം. ഇപ്പൊ എന്താ ചട്ടിക്ക് ഇങ്ങനെ ഒരു പിടുത്തൊക്കെ കൊടുത്തിട്ട്? അതിപ്പോ ഈ വെറൈറ്റി ആയ കാരണം ഇപ്പൊ ആൾക്കാർക്ക് ഈ ഗ്യാസിലൊക്കെ വെക്കുന്ന കാരണം അങ്ങനത്തെ. ഗ്യാസിൽ വെക്കാൻ പറ്റുമോ? പറ്റൂല. ഗൾഫിലൊക്കെ കൊണ്ടുവന്ന ചട്ടകളാണ്. അതെ, ചായയൊക്കെ തിളപ്പിക്കാനുള്ള പിന്നെ പാല് കച്ച അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അത് കുട്ടികൾക്കൊക്കെ പൊടി ഇറക്കാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് നമ്മള് ചപ്പാത്തി ഉണ്ടാക്കാം, മീൻ പൊരിക്കുക, അങ്ങനത്തെ അതിനൊക്കെ ഉള്ളതാണ്. എന്റെ പൊന്ന്, കാലം കൊറേ മുന്നോട്ട് പോയില്ലേ. പിന്നെ ഇത് നമ്മളെ ബിരിയാണിയൊക്കെ നിറച്ചിട്ട് ഇനിയിപ്പോ ഒരു വിരുന്നുകാരൊക്കെ വരുമ്പോ കറിയൊക്കെ ഉണ്ടാക്കാൻ ഉള്ള അങ്ങനത്തെ ഐറ്റംസുകളാണ്. പിന്നെ പ്ലേറ്റ് ഉണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. വീട്ടിലുണ്ട്, ഗ്ലാസ് ഉണ്ട്, കപ്പുണ്ട്. ഇത് ബിരിയാണിക്ക് അച്ചാറും ചള്ളാസൊക്കെ വെക്കില്ല, അതിനുള്ള ചെറിയ പാത്രം. ഇതിപ്പോ ആൾക്കാർക്ക് തോന്നും പിന്നെ അത് വെയിറ്റ് ആകുമ്പോ പ്രശ്നമാകുന്നു. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഇതിപ്പോ 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പൊ 3 എണ്ണം ഈ വെയിറ്റ് ആകുമ്പോ താങ്ങണില്ലേ? ഇത്ര വെയിറ്റ് എന്തായാലും ഉണ്ടാവില്ലല്ലോ. പിന്നെ കയ്യിൽ നിന്ന് വീണ പൊട്ടുന്ന സാധനങ്ങളാണല്ലോ, അത് സൂക്ഷിച്ച് ഉപയോഗിക്കാന്ന് മാത്രം. എന്താണ് ഇതിന്റെ അടപ്പാണ്. ഇത് വെള്ളപ്പച്ചട്ടി, വെള്ളപ്പം ഉണ്ടാക്കുന്ന ചട്ടി. അതിന് അടപ്പും ഉണ്ട്. ഇത് അടപ്പത്തിന് ചെറുതാണ്, വലുതുണ്ട്. അങ്ങനത്തെ സാധനങ്ങളാണ്. ഇപ്പോൾ മണ്ണിന്റെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതൊരു 4 ആൾ ഉണ്ടാകുമ്പോഴൊക്കെ ഒരു മീൻകറി ഉണ്ടാക്കാൻ പറ്റിയ ചട്ടിയാണ്. ഗ്യാസിൽ വെക്കാം. ഈ കുഞ്ഞു കുഞ്ഞു ചട്ടിയൊക്കെ എന്തിനുള്ളതാ? ഇതൊക്കെ ഇപ്പൊ ഒരു ലേസം കറിയൊക്കെ ബാലൻസ് വരുമല്ലോ. ബാലൻസ് ആണ്. ഇതിൽ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കണ്ട. തലേന്നത്തെ കറിയൊക്കെ ഒഴിച്ചേക്കാൻ പറ്റും. ഇപ്പൊ മറ്റേ പഴഞ്ചോറ് ഉണ്ണുന്ന ആൾക്കാർക്കൊക്കെ. ഇതെന്താ ചെറിയ ചട്ടി? ഇത് 50 രൂപ, 200. ഇനി പഴഞ്ചോറൊക്കെ തിന്നുന്ന ആൾക്കാർക്കൊക്കെ ഇതിൽ പഴഞ്ചോറ് ഇട്ട് വെച്ചിങ്ങാണ്ട് രാവിലെ ഇട്ട് കഴിച്ചാൽ മതി. തൈര് വെച്ച് വെച്ചിങ്ങാണ്ട് കഴിക്കുന്നവർക്ക് കഴിച്ചാൽ മതി.